ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോണിയ റെനിൽ പോസിറ്റീവ് ലൈഫ് സ്റ്റോറിയിലേക്ക് എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ ഇടയ്ക്ക് ഒരു ഹെൽത്ത് ടിപ്സുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വരാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന മെന്റൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലാണ്. നമ്മുടെ നാട്ടിൽ മെന്റൽ ഹെൽത്തിന് നമ്മൾ പലപ്പോഴും പ്രയോറിറ്റി കൊടുക്കാറില്ല. പക്ഷേ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ മെന്റൽ ഹെൽത്തിന് ഒത്തിരി പ്രയോറിറ്റീസ് കൊടുക്കാറുണ്ട്. നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഡിപ്രഷൻ, ആൻസൈറ്റീസ്, മൂഡ് സ്വിങ്സ്, ഇങ്ങനെയുള്ള പല ഡിസീസുകളും നമുക്ക് കൂടുതലായിട്ട് ഒത്തിരി പേരിൽ കോമൺ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മുടെ നാട്ടിൽ അത്രമാത്രം ഡയഗ്നോസിസ് ഉണ്ടാവാറില്ല. എന്നിരുന്നാലും നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് മൂഡ് സ്വിങ്സ് ആകാറുണ്ട്, ഡിപ്രഷൻ ആകാറുണ്ട്, ചിലപ്പോഴും നമുക്ക് ഇറിറ്റബിലിറ്റീസ് വരാറുണ്ട്, ആൻസൈറ്റി വരാറുണ്ട്. ഒരുപക്ഷെ ഇതൊക്കെ നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പ്രോബ്ലം കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഉണ്ടാകുന്നത്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. സം ഓഫ് ദ ബ്ലഡ് ടെസ്റ്റുകൾ നമ്മൾ ചെയ്താൽ ഇതൊക്കെ നമുക്ക് പ്രോബ്ലംസ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു CBC അതായത് കംപ്ലീറ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അനീമിയ ഉണ്ടോ എന്ന് നോക്കാം, അതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം, ഇനി ഇൻഫ്ലമേഷൻ ഉണ്ടോ എന്ന് നോക്കാം. അനീമിയ നമ്മുടെ ബ്ലഡിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ കോമൺലി അങ്ങനെയുള്ള ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന കാര്യങ്ങളാണ് തുടർച്ചയായ ഒരു തളർച്ച, അതായത് ഫറ്റീക്ക് എന്ന് പറയും. എപ്പോഴും ഒന്നും ചെയ്യാനുള്ള ഒരു എനർജി ഇല്ലാതിരിക്കുക, എപ്പോഴും കിടക്കണമെന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ എപ്പോഴും ഉറങ്ങണമെന്ന് തോന്നുക, അതുപോലെ തന്നെ ലോ മൂഡ്, അതുപോലെ തന്നെ പുവർ കോൺസെൻട്രേഷൻ. നമുക്ക് ഒരു കാര്യങ്ങളിലോ പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്നിലൊന്ന് പഠിക്കാനായിട്ട് ഒരു കോൺസെൻട്രേഷൻ കിട്ടാനൊക്കെ ആയിട്ട് സാധിക്കില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവർ കംപ്ലീറ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട ഒരു ബ്ലഡ് ടെസ്റ്റാണ് CBC. ചെക്ക് ചെയ്യുക, അനീമിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. രണ്ടാമതായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റാണ് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ്. തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റിൽ മെയിനായിട്ട് ഹൈപ്പോ തൈറോയിഡിസം ആണെങ്കിൽ അതിൻ്റെ അകത്ത് TSHും അതുപോലെ തന്നെ T3, T4 ചെക്ക് ചെയ്യാം. അതിൻ്റെ അകത്ത് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസമാണ്, തൈറോയിഡിന്റെ ലെവൽ വളരെ കുറവാണെങ്കിൽ അങ്ങനെയുള്ളവരിൽ നമുക്ക് കൂടുതൽ ഡിപ്രഷൻ കാണാനായിട്ട് സാധിക്കും, അതുപോലെ ഫറ്റീഗ് കാണാനായിട്ട് സാധിക്കും, അതുപോലെ തന്നെ കൂടുതൽ വെയിറ്റ് ഗെയിൻ അവർക്കുണ്ടാകും, അതുപോലെ തന്നെ ബ്രെയിൻ ടോഗ് എന്ന സിംറ്റംസ് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിൽ, അതായത് തൈറോയിഡിന്റെ ലെവല് കൂടുതലാണെങ്കിൽ അവരിലാണ് കൂടുതൽ ആൻസൈറ്റിയും അതുപോലെ തന്നെ ഇറിറ്റബിലിറ്റി, എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ എല്ലാത്തിനോടും ഒരു ഭയങ്കര ഒരു ഇറിറ്റബിലിറ്റി, അതുപോലെ തന്നെ മൂഡ് സ്വിങ്സും, പിന്നെ നമുക്ക് ഉറക്കമില്ലായ്മ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ഭയങ്കര തളർച്ചയും ക്ഷീണമൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ എന്നാലും ഭയങ്കര ഉറക്കമില്ലായ്മയും കാണും. സോ CBCയും അതുപോലെ തന്നെ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റും നിങ്ങളിൽ ആരെങ്കിലും ഒരു കൂടുതലായിട്ട് ഡിപ്രഷനോ അല്ലെങ്കിൽ മൂഡ് സ്വിങ്സോ ആൻസൈറ്റിയോ അങ്ങനെ ആരെങ്കിലും വിഷമിക്കുന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ് ഹെൽത്ത് റിലേറ്റഡ്. ബൈ. ഹാവ് എ ഗ്രേറ്റ് ഡേ ഫോർ യു എവരിവൺ.